ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡേ ബൈ ഡേ വ്ളോഗ് വിത്ത് കാജു. സമയം എന്താ കൃത്യം 1:15 ഗൈസ്. നമ്മളിതാ ഇന്നൊരു ട്രിപ്പ് പോവാണ്. രാത്രിയാണ് ഇവിടെ നിന്ന് പോകുന്നത്. ട്രിപ്പൊന്നുമില്ല, ഒരു 1 ഡേ ട്രിപ്പ്. ഇവിടുത്തെ കുറച്ച് ആളുകളും ഫാമിലി, അമ്മയും അച്ഛനും ഞാനും ഒക്കെ ആയിട്ട് പോവാണ് ഗൈസ്. നല്ല ഉറക്കക്ഷീണമുണ്ട്. ഉറക്കക്ഷീണം എന്ന് വെച്ചാൽ ഞാൻ കുറേ ദിവസം ഇറങ്ങിയിട്ട്, മീൻസ് 2 ദിവസമായി. രാവിലെ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസവും ഇന്നും ഇന്നലെയൊക്കെ രാവിലെ ട്യൂഷൻ പഠിപ്പിക്കാൻ പോകണമായിരുന്നു. അപ്പോൾ അതിൻ്റെ രാവിലെ എണീക്കണം. അങ്ങനെ കുറേ ഉറക്കത്തിൻ്റെ ചെറിയൊരു വിഷയമുണ്ട്. പക്ഷെ നമുക്ക് ട്രിപ്പ് പോവുകയാണെങ്കിൽ നമ്മൾ ഉറക്കമൊന്നൊരു വിഷയമല്ല ഗൈസ്. ഉറക്കമൊന്നും നമുക്കൊരു വിഷയമേ അല്ല. 1:30 നമ്മുടെ വണ്ടി വരും. അപ്പോൾ വണ്ടി കയറണം, പോകണം. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്, പ്രശ്നമില്ല. അപ്പോൾ എവിടെയാണ് പോകുന്നത് എന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് നടക്കുകയാണ് ഗൈസ്. പാതിരാത്രി റോഡിലൂടെ നടക്കുന്ന 3 പേർ. അയ്യ എനിക്കവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ സംസാരിക്കാനുള്ള ഇത്രയും ഒരു ഇൻറ്റൻസിറ്റി കാണത്തില്ല ഗൈസ്. കാരണം ഭയങ്കര ഓക്വേർഡ്നെസ് ആയിരിക്കും. എല്ലാവരും നോക്കും. അത് നമ്മുടെ നാട്ടിലുള്ളവരിവിടെ ആയതുകൊണ്ട് അവരിങ്ങനെ നമ്മളെ നോക്കി ജഡ്ജ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് കുറച്ച് ഓക്വേർഡ്നെസ് ഒക്കെ കാണും. നിങ്ങളെല്ലാവരും ടോളറേറ്റ് ചെയ്യണേ ഗൈസ്. അത് അങ്ങനെ നല്ലൊരു ഉറക്കം വെച്ചാൽ വണ്ടി ഇരുന്ന് നല്ലൊരു ഉറക്കത്തിന് ശേഷം ഫുഡ് കഴിക്കാൻ കയറുകയാണ് ഗൈസ്. ഫുഡ് കഴിക്കാൻ കയറുകയാണ്. എല്ലാവരും ഉറങ്ങിയിരിക്കുകയാണ്. എനിക്കിനി വേണം ഫുഡ് കഴിച്ചിട്ട് വേണം ചെന്ന് മേക്കപ്പ് ചെയ്യും. നല്ല ഒരു ഉറക്കം അല്ലേ? ഉറങ്ങിയ അടിപൊളി ഉറക്കമായിരുന്നു. നാളെ രാവിലെയും അടിപൊളി ഉറക്കമാവട്ടെ, ഇന്നും ആവട്ടെ, ഇനിയും ആവട്ടെ. നല്ലൊരു ഉറക്കത്തിന് ശേഷം ഇന്നതാ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇനി ഫുഡ് കഴിച്ചിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഫുഡിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഗൈസ്. എൻ്റെ ഫുഡ് വന്നിട്ടുണ്ട്. നമ്മളങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങിയിട്ടുണ്ട് ഗൈസ്. പക്ഷേ കൊള്ളത്തില്ല കേട്ടോ. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ഫുഡ് കൊള്ളത്തില്ല. ഇവിടെ മസാല ദോശ ഞാൻ ഓർഡർ ചെയ്തത്. ഒരു ഉപ്പും ഒന്നുമില്ല, ഒരു ടേസ്റ്റ് ഇല്ല ഗൈസ്. അതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഓടി പോവാണ് വണ്ടിയിൽ. ആരെങ്കിലും വരുന്നതിന് മുമ്പ് പോയി പോയി മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. സീറ്റിൽ പോയി ഗൈസ്. വണ്ടി തുറന്നിട്ടേ ഇല്ല. ഇനി അതെല്ലാം പറഞ്ഞാൽ വെയിറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും പിന്നെ എല്ലാവരും കാണും മേക്കപ്പ് ചെയ്യണം. പക്ഷേ 8 മണിയായിപ്പോയി. Joy.
നല്ല തിരക്കുണ്ടല്ലേ. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി പറയുക വെച്ചാ തിരുവൈരാണിക്കുളം ക്ഷേത്രം വർഷത്തിൽ 10 ദിവസം നട തുറക്കുന്ന ക്ഷേത്രം. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലടിക്കൂ. അങ്ങനെ കേട്ടാ ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. നല്ല വെയിലാണ്, അതിൻ്റെ കൂടെ ഒടുക്കത്തെ തിരക്കുമുണ്ട് ഗൈസ്. നമ്മളങ്ങനെ തൊഴുതിറങ്ങിയിരിക്കുകയാണ്. ഈ തിരക്കെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഔട്ട് സൈഡ് മാത്രമാണ്. നമ്മളിപ്പോൾ അകത്ത് തൊഴുതിട്ട് വന്നില്ലേ, അകത്തതും അല്ല, ഇതിൻ്റെ അപ്പുറമാണ്. ഇതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി ആളുണ്ട് അവിടെ. ഇത് നമ്മുടെ പുറത്ത് ഇത് മാത്രം. നമ്മൾ ഇറങ്ങി തൊഴുത് കഴിഞ്ഞ് ഇറങ്ങിയ സ്ഥലത്തുള്ള തിരക്കാണ് ഈ കാണുന്നതെല്ലാം. ഇനി ഇതിൻ്റെയൊക്കെ 4 ഇരട്ടി കൂടെ ഉണ്ട് അവിടെ അകത്തെ തിരക്കെന്ന് പറഞ്ഞാൽ. അവിടുത്തെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ഗൈസ്. അവിടുത്തെ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അകത്താവും. അതുകൊണ്ട് അവിടുത്തെ വീഡിയോസ് നമ്മൾ എടുത്തിട്ടില്ല. ഇവിടെ ഒന്നാമത് തിരക്കും ക്യൂ എല്ലാം കൂടെ ആയിട്ട് അവിടുത്തെ വീഡിയോസ് എടുക്കാനും പറ്റിയില്ല. ഫുഡ് സ്പോട്ട് ഗൈസ്, ഫുഡ് സ്പോട്ട് എത്തിക്കഴിഞ്ഞു. ഫുഡ് സ്പോട്ടാണല്ലോ നമുക്ക് മുഖ്യം. നമ്മൾ ഗേൾസിൻ്റെ ഫേവറേറ്റ് സ്പോട്ട്. വാങ്ങിയില്ലെങ്കിലും കണ്ടോണ്ട് നടക്കാൻ തന്നെ നല്ല രസമാണ് അല്ലേ. വലിയ വെളീന് ലോറി അത് അവനല്ലേ, എനിക്കല്ലോ മനസ്സിലായത്. അത് ഞാൻ നോക്കട്ടെ എത്രയാ. ഗേൾസിൻ്റെ ഒരു ഫേവറേറ്റ് സാധനം കാണിച്ചു തരട്ടോ. കിച്ചൺ സെറ്റ് എനിക്കിപ്പോഴും ഫേവറേറ്റ് ആണ്. ഇപ്പോഴും എവിടെയെങ്കിലും പോയാൽ ഞാൻ ചോദിക്കും, പക്ഷെ അതിന് മനസ്സിലാറില്ല. പക്ഷെ കൊള്ളാം. ഇവിടെ നിറയെ കളിപ്പാട്ടമുണ്ട് കേട്ടോ. ഭയങ്കര സെലക്ഷനുണ്ട് ഇവിടെ. അതിനനുസരിച്ച് റേറ്റും ഉണ്ട്. സെലക്ഷനും റേറ്റും എല്ലാം ഉണ്ട്. വില പേശി സാധനം വാങ്ങിക്കുന്ന ലേ ഡാഡി, കൂടെ നിൽക്കുന്ന ലേ മമ്മി.
എരിഞ്ഞ് കയറുന്നുണ്ട് കഴിച്ചോളാം. നല്ല ടേസ്റ്റുണ്ട്. വെള്ളം ദാഹിച്ചിരിക്കുമ്പോഴേ കിട്ടണം. നല്ല രസമാണ്. ലൈറ്റ് ഒരാളെ പിടിച്ചോണ്ടെങ്കിൽ നിന്നെങ്കിലാ. അങ്ങനെ നമ്മളത് വണ്ടിയിലെത്തിയിട്ടുണ്ട്. വണ്ടിയിലെത്തിയിട്ടുണ്ട്. ഇവിടെ വണ്ടി എടുത്തിട്ടുണ്ട്. വീണ്ടും അടുത്തൊരു ഉറക്കത്തിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വീണ്ടും നിർത്തിയിട്ടുണ്ട്. ഫുഡ് കഴിക്കുന്നു, വണ്ടിയിലേക്കുന്നു, ഫുഡ് കഴിക്കുന്നു, വണ്ടിയിലേക്കുന്നു. ഹലോ ഗൈസ്, അങ്ങനെ നമ്മളിതാ ഉറക്കമാണ് ഗൈസ്. വണ്ടി കയറുന്നു, ഉറങ്ങുന്നു, അടുത്ത വണ്ടിയിൽ ഇറങ്ങുന്നു, ഉറങ്ങുന്നു. ഇതൊക്കെ തന്നെ ഇവിടുത്തെ സ്ഥിരം ജോലി. ഇപ്പോൾ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തി ഞാൻ ഉറക്കത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഉറക്കം കഴിച്ച് വണ്ടി കയറി എനിക്ക് അപ്പം ഉറങ്ങണം നിർബന്ധമാണ്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി നിൽക്കുവാണ്. ഇതാ ഞാനും എൻ്റെ കസിൻ സഞ്ജു. ഒരു ഹായ് കൊടുത്തു. ഹായ്, ഇതാണ് സഞ്ജു, എൻ്റെ കസിൻ. എൻ്റെ വ്ളോഗിനെ പറ്റി 2 വാക്ക് പറയൂ. കൊള്ളാം, നല്ല ഐഡിയ, നല്ല ക്രിയേറ്റിവിറ്റി ആയിട്ടുണ്ട്. നല്ല വെറൈറ്റി ഐഡിയ ആയിരുന്നു എല്ലാം. എൻ്റെ അല്ലാതെ ഉള്ള പേഴ്സണൽ ഫോട്ടോഗ്രാഫർ സഞ്ജു ആണ്. എവിടെയെങ്കിലും പോയാൽ അപ്പം എൻ്റെ ഫോട്ടോ എടുത്ത് എൻ്റെ ഇൻസ്റ്റയിലെ പോസ്റ്റിൻ്റെ പകുതി ഫോട്ടോ സഞ്ജു എടുത്തതാണ് അല്ലേ? അതെ അതെ. അങ്ങനെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ പൊന്നെ, ഇത്രയും ദൂരം ഒരുമിച്ച് ഇരുന്നതിൻ്റെ നടു ഒടിഞ്ഞ് ഒരിടത്തും ഇറങ്ങാതെ ചുമ്മാ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വണ്ടിക്കകത്തിരുന്ന് പയ്യെ ചാവാറായി. അതുകൊണ്ട് വയ്യ ഗൈസ്, വയ്യ, ചാവാറായി. ബോട്ടല്ല, എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ട് പോലത്തെ സാധനത്തിലാണ് നമ്മൾ അപ്പുറത്തെത്തുന്നത്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കോവിലാണല്ലേ അമ്മ? ഫേമസ് ആയിട്ടുള്ള മണിയേട്ടൻ. നമുക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടല്ലേ ഇവിടുത്തെ. ഇങ്ങനെ ചെയ്ത ഇതിൽ നമുക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട്. അവിടെ മണി കെട്ടുന്ന ഇതുണ്ട്. അവിടെ പോയി എത്രയോ മണി കെട്ടിക്കഴിഞ്ഞാൽ നമുക്കങ്ങനെ കറക്റ്റ് ഇതിലുള്ള മണിയൊന്നും കെട്ടേണ്ടി വന്നില്ല. 7 മണി കെട്ടേണ്ടെന്ന കാര്യം നമ്മൾ ആഗ്രഹിക്കുന്ന സാധിക്കുമെന്നാണ്. നമ്മൾ പക്ഷേ കറക്റ്റ് 7 ആയില്ലല്ലേ. നമ്മൾ ആദ്യത്തെ മണി കെട്ടിയപ്പോൾ തന്നെ ആദ്യത്തെ ആഗ്രഹം നമ്മുടെ സാധിച്ചില്ലേ. അത് കഴിഞ്ഞ് രണ്ടാമത് വന്ന് മണി കെട്ടിയപ്പോൾ വേറൊരു ആഗ്രഹം പറഞ്ഞു രണ്ടാമത്തെ മണി കെട്ടിയ ആ മണിയിലെ ആഗ്രഹം അപ്പം തന്നെ സാധിച്ചു അല്ലേ. അങ്ങനെ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ സാധിച്ചിട്ടുണ്ട് അപ്പം തന്നെ. അങ്ങനെ ഭയങ്കര ഞങ്ങൾക്ക് പേഴ്സണലി നല്ല വിശ്വാസമുള്ള ഒരു അമ്പലമാണിത്. ഇതിലെവിടെയോ ഞാൻ കെട്ടിയ മണിയുണ്ട് ഗൈസ്. അതൊക്കെ ഞാൻ കെട്ടിയ 2 മണിയാണെന്ന് തോന്നുന്നു. 2 മണിയും കാര്യം സാധിച്ചിട്ടുണ്ട്. ഇവിടത്തെ ബീച്ചിലേക്ക് പോവുകയാണ് ഗൈസ്. ബീച്ചിൽ പോയിട്ട് അമ്മ എടുത്തിട്ട് കുളിപ്പിക്കണം. നമ്മൾ അമ്പലത്തിനകത്ത് കയറുമ്പോൾ ഒരു മുടി അഴിച്ചിടാൻ സമ്മതിക്കത്തില്ല ഗൈസ്. നമ്മളിപ്പോൾ ഇവിടെ നിറയെ കടകളുണ്ട്. ഞാൻ കാണിച്ചില്ല. അയ്യോ, ഇപ്പോൾ കടകളൊക്കെ കഴിഞ്ഞ് ഇതിനകത്തോട്ട് കടകളൊക്കെ ഉണ്ടായിരുന്നു. ബീച്ചിലേക്ക് പോകുന്ന വഴിക്കാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഒരു കുഞ്ഞു ബീച്ചാണെന്ന് തോന്നണം കേട്ടോ. ഞാൻ ഒരിക്കൽ ഇവിടെ കോവിലിൽ വന്നിട്ടുണ്ടെങ്കിലും ബീച്ച് വരുന്നത് 2ാമത്തെ പ്രാവശ്യമാണ്. ബീച്ചിലാണുണ്ട് കേട്ടോ. ബീച്ചിലാണും തിരക്കൊക്കെ ഉണ്ട്. ഐസ് കുതിരയുണ്ട്. അയ്യോ, കുതിരയെ കാണുന്നില്ലല്ലേ.
ബീച്ചിൽ അത്യാവശ്യം തിരക്കുണ്ട് ഗൈസ്, നല്ല തിരക്കുണ്ട്. നല്ല പ്രാവൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. കാണാനൊക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയർ, കൊള്ളാം. ഇപ്പോൾ വേണം എനിക്ക് എന്താ പറയുക വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ. സഞ്ജു സ്റ്റാർട്ട്. ആ, ക്യാമറാമാൻ സഞ്ജുവിനോടൊപ്പം സഞ്ജു. ആ ഒരു ഇതുണ്ടല്ലേ പറയേ. ആ ശരിയല്ല, ഞാനാണ് ഇപ്പോൾ ക്യാമറാമാൻ. പക്ഷേ ഒറിജിനൽ ഫോട്ടോസൊക്കെ എടുക്കുന്ന ഫോട്ടോസ് അല്ലെങ്കിൽ റീൽസ് പോലത്തെ വീഡിയോസൊക്കെ എടുക്കാൻ ബെറ്റർ അവനാണ്, കിടിലായിട്ട് എടുക്കുന്നത്. പോസ് ഉണ്ടോ? കണ്ടോ ഗൈസ്, നല്ല 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 തണുപ്പാണ് ഗൈസ്, നല്ല രസമുണ്ട് കേട്ടോ. നല്ല വേറെയുള്ള ബീച്ച് പോലെയല്ല ഗൈസ്, നല്ല കാമായിട്ട്, ഒത്തിരി ഉണ്ടെങ്കിൽ നല്ല കാമായിട്ടുള്ള ബീച്ച്, കൊള്ളാം. നാലമ്പലമണയാനൊരു തുണയായിടാം ഞാൻ, പുതുമഴ നനയാതെ കുട നീർത്തിടാം ഞാൻ, കളമൊഴി ചൊല്ലാൻ വാ പാട്ടുമൂളി വാവാ നീ എൻ പൂങ്കുയിലേ, നീ എൻ തേൻ കുയിലേ. നാലമ്പലമണയാനൊരു തുണയായി വാവാ, പുതുമഴ നനയാതെ കുട ചൂടി താത്താ, കളമൊഴി ചൊല്ലാൻ വാ പാട്ടുമൂളി വാവാ നീ എൻ പൂങ്കുയിലേ, നീ എൻ തേൻ കുയിലേ. സേവ് ദ ഡേറ്റ്, കടൽ തീരത്ത് വെച്ച് സേവ് ദ ഡേറ്റ് എടുക്കുന്ന അച്ഛനും അമ്മയും. ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന അല്ലേ നമ്മൾ, അല്ലേ? ക്ഷീണിച്ച് തളർന്നിരിക്കുന്നല്ലേ നമ്മൾ. ഫുഡിനായിട്ട് കട്ട വെയിറ്റിംഗ്. അത്രയും ഒരു ബോറടിച്ച യാത്രയില്ല അല്ലേ? വണ്ടിക്കകത്ത് കയറി ഇരിക്കുക അല്ലാതെ ഇവരേക്കായിരിക്കും വേറെ ഒരു ഉദ്ദേശമില്ല. ഇതാണ് പറയണത്, നമ്മൾ 20s കിട്ടും ഒരിക്കലും ഓൾഡ് ജനറേഷൻ്റെ കൂടെ ഒറ്റയ്ക്ക് യാത്ര പോകാൻ പാടില്ല. അയ്യോ, ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞതാണ്, മടുത്ത്. വണ്ടി കയറി രാവിലെ ഇന്നലെയല്ല ഇന്ന് ശരിക്കും ഇന്നാണ് രാത്രി 1:30 വണ്ടി കയറിയിരുന്നു. ആ ഇരുന്ന ഇരിപ്പ് നേരെ അവരെവിടെ തീരുമാനിച്ചു ആ ഡെസ്റ്റിനേഷനിൽ പോകുന്നു, അവിടെ ഇറങ്ങുന്നു, തിരിച്ച് അവിടെ നിന്ന് വണ്ടി കയറുന്നു, അടുത്തില്ല നേരെ വീട്ടിൽ പോകുന്നു. ഇത് തന്നെ, ഒരു ഇതും ഇല്ല. വെറുതെ വന്നു ഒരു ദിവസവും പൈസയും കളഞ്ഞ് വെറുതെ വന്ന യാത്ര. എല്ലാം കഴിഞ്ഞു ഹലോ ഗൈസ്, അപ്പം നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ടയർഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 hours, സത്യം പറഞ്ഞാൽ ഇത് ചലഞ്ചായിട്ട് എടുക്കേണ്ടായിരുന്നു. 24 hours ഇൻ എ ട്രാവലർ അതായിട്ട് എടുക്കേണ്ടായിരുന്നു. കാരണം അത്രയും നേരം വണ്ടിക്കകത്തായിരുന്നു, വേറെ ഒന്നുമില്ലായിരുന്നു. വേറും വണ്ടിക്കകത്തിരിക്കുന്നു, 2 സ്ഥലത്ത് പോയി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു വളരെ വേസ്റ്റ് ട്രിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ട്രിപ്പായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇനി ഒന്ന് ഫ്രഷ് ആവണം, കിടന്ന് ഉറങ്ങണം, അത്രയേ ഉള്ളൂ. ടയർഡായി, നല്ല ടയർഡായി. ഇനി ഒന്ന് ഉറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞ് നിൽക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്.